single phase meter. Single phase meter. A single phase energy meter. അപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് പോസ്റ്റിൽ നിന്നും ഒരു ന്യൂട്രൽ, ഒരു ഫേസ്. സിംഗിൾ ഫേസ് ആകുമ്പോൾ ഒരു ഫേസ്, 3 ഫേസ് ആണെങ്കിൽ 3 ഫേസ്, RYB എനർജി മീറ്റർ. ഇതിൻ്റെ ഔട്ട്, അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ന്യൂട്രൽ, ഔട്ട് വയർ, ഒരു ന്യൂട്രൽ ലിങ്ക് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. ന്യൂട്രൽ ലിങ്ക്. പിന്നെ ഫേസ് വയർ ഒരു ഫ്യൂസ് യൂണിറ്റ് വഴി. പതിനാറ് ആംപിയറിൻ്റെ ഫ്യൂസ് അല്ലെങ്കിൽ 32 ആംപിയറിൻ്റെ ഫ്യൂസ്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ റേറ്റുള്ള ഫ്യൂസ്. അത് ലോഡിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. എന്നിട്ട് ഇതിൻ്റെ ഔട്ട് നേരെ പോകുന്നത് മെയിൻ സ്വിച്ച് എന്ന് നമ്മൾ പറയും. അതായത് ICDP, ഇൻഡിപെൻഡൻറ്റ് കൺട്രോൾഡ് ഡബിൾ പോൾ സ്വിച്ച്. അതാണ് മെയിൻ സ്വിച്ചിൻ്റെ ഒരു, അല്ലെങ്കിൽ അയൺ ക്ലാഡ് ഡബിൾ പോൾ സ്വിച്ച്. ഇതിനകത്തും 2 ഫ്യൂസുണ്ട്. ആ ഫ്യൂസ് വഴി കയറി ഇറങ്ങി നേരെ ടു DB. പിന്നെ ഈ ICDP എർത്തിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു മീറ്റർ ബോർഡിനകത്തുള്ളത്. മീറ്റർ ബോർഡ് ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ മീറ്റർ ബോർഡിൻ്റെ ലെഫ്റ്റിലായിട്ട് എനർജി മീറ്റർ പ്ലേസ് ചെയ്യാനുള്ള സ്ഥലം, റൈറ്റിലായിട്ട് മെയിൻ സ്വിച്ച് പ്ലേസ് ചെയ്യാനുള്ള സ്ഥലം, താഴ്വശത്തായിട്ടൊരു ഫ്യൂസ്. പിന്നെ ന്യൂട്രൽ ലിങ്ക് വേണമെങ്കിലും ഇവിടെ എവിടെയെങ്കിലും സ്ക്രൂ ചെയ്ത് വയ്ക്കാം. ഇവിടെ ഒരു ഫ്യൂസ്, ഒരു 32 ആംപിയറിൻ്റെ ഒരു ഫ്യൂസ് യൂണിറ്റ്. പിന്നെ എർത്ത് വയർ ഒരു 8 മുതൽ ഒരു 10 വരെ SWG സ്റ്റാൻഡേർഡ് വയർ ഗേജ്. എന്നിട്ടൊരു GA പൈപ്പ്, അതല്ലെങ്കിൽ മാർക്കറ്റിൽ ഇപ്പോൾ കോപ്പർ പൈപ്പ് കിട്ടും. കോപ്പർ പൈപ്പ് GA പൈപ്പാണെങ്കിൽ ഒരു മീറ്റർ, ഒരു 1.5 ഇഞ്ച് GA പൈപ്പ് അല്ലെങ്കിൽ 1 ഇഞ്ച് GA പൈപ്പ്. ഡയമീറ്റർ കൂടുന്നതനുസരിച്ച് അത് വളരെ നല്ലതാണ്. കാര്യം ഡയമീറ്റർ കൂടുന്നതനുസരിച്ച് റെസിസ്റ്റൻസ് ഒക്കെ കുറയും. ഈ ഗേജ് കനം 8 എന്നുള്ളത് 8 ഉപയോഗിക്കാം, 9 ഉപയോഗിക്കാം, 10 ഒക്കെ ഉപയോഗിക്കാം. കനം കൂടിയ കമ്പി ഉപയോഗിച്ചാൽ അത്രയും നല്ലത്. ഇത് കൊണ്ടുവന്ന് നേരെ ഈ മെയിൻ സ്വിച്ച് എർത്ത് ചെയ്യണം, ഈ മീറ്റർ ബോർഡൊക്കെ എർത്ത് ചെയ്യണം. എന്നതിന് ശേഷം ഇതിൻ്റെ ഔട്ട്, അതായത് എർത്ത് വയർ, ഗ്രീൻ വയർ. എർത്തിന് എപ്പോഴും ഉപയോഗിക്കേണ്ട ഗ്രീൻ വയറും ന്യൂട്രലിന് എപ്പോഴും ഉപയോഗിക്കേണ്ട വയർ ബ്ലാക്ക് വയറുമായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ തന്നെ ഇലക്ട്രിക്കലിൻ്റെ അകത്ത് ഒരുവിധമുള്ള കൺഫ്യൂഷനൊക്കെ പോയി കിട്ടും. ഇത് ന്യൂട്രൽ വയറാണെങ്കിൽ ബ്ലാക്ക് വയർ ന്യൂട്രലിന്, അത് മസ്റ്റായിട്ട് ഉപയോഗിക്കുക. എർത്തിന് ഗ്രീൻ വയർ തന്നെ ഉപയോഗിക്കുക. ഗ്രീൻ വയർ. ഫേസിന് റെഡ് കളർ ഉപയോഗിക്കാം, യെല്ലോ ഉപയോഗിക്കാം, ബ്ലൂ ഉപയോഗിക്കാം. ചിലപ്പം ചില ഇലക്ട്രീഷ്യന്മാർ ബ്ലൂ വയർ ന്യൂട്രലായിട്ട് ഉപയോഗിക്കാറുണ്ട്. ആ രീതിയിൽ ഉപയോഗിക്കും. ഒരിക്കലും ഈ ഫേസ് വയർ എടുത്ത് ബ്ലാക്ക് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. എർത്തിന് മസ്റ്റായിട്ട് ഗ്രീൻ വയർ തന്നെ കൊടുക്കുക. അതല്ലെങ്കിൽ കോപ്പർ കമ്പി മാർക്കറ്റ് മേടിക്കാൻ കിട്ടും. അത് വേണമെങ്കിലും എർത്ത് ഒരു 18 ഗേജോ 16 ഗേജിൻ്റെയൊക്കെ എർത്ത്
കമ്പി കിട്ടും, അത് വേണമെങ്കിൽ ഉപയോഗിക്കാറുണ്ട് സർക്യൂട്ടിൻ്റെ കൂടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു മീറ്റർ ബോർഡിനെ സംബന്ധിച്ചുള്ളത്. ഇനി ഇത് മനസ്സിലിരിക്കാനായിട്ട് ഇതിനെ ഒരു ബ്ലോക്ക് ഡയഗ്രാം കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം. ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ്, POST, പോസ്റ്റ്, ഇലക്ട്രിക്കൽ പോസ്റ്റ്. ഇലക്ട്രിക്കൽ പോസ്റ്റിന് നേരെ രണ്ട് വയർ, ഒന്ന് ന്യൂട്രൽ വയർ, ഒന്ന് ഫേസ് വയർ. 3 ഫേസ് ആണെങ്കിൽ RYB പ്ലസ് ന്യൂട്രൽ 4 വയർ. സിംഗിൾ ഫേസ് ആയതുകൊണ്ട് ഇവിടെ ഒരു ന്യൂട്രൽ വയറും ഒരു ഫേസ് വയറും. ഇത് നേരെ സിംഗിൾ ഫേസ് മീറ്ററിൽ, സിംഗിൾ ഫേസ് എന്ന് പറയുമ്പോൾ ഒന്നെന്നിങ്ങനെ ഇട്ടിട്ട് ഒരു 0 ഇങ്ങനെ ഇട്ടൊരു വര, ഫേസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന മീറ്റർ. എന്നിട്ട് ഇതിൻ്റെ ഔട്ട് ഒരു ന്യൂട്രൽ ലിങ്ക് വഴി ന്യൂട്രൽ ലിങ്ക് പ്ലേസ് ചെയ്യണമെങ്കിൽ പ്ലേസ് ചെയ്യാം, അതല്ലെങ്കിൽ ഡയറക്റ്റ് കൊണ്ടുപോവുകയും ചെയ്യാം. ഫേസ് ഒരു ഫ്യൂസ് വഴി, ഫ്യൂസിൻ്റെ സിമ്പലാണ്, അതൊരു ബ്ലോക്കിൽ. ഇത് 16 ആംപിയർ അല്ലെങ്കിൽ 32 ആംപിയർ അല്ലെങ്കിൽ അതിനെ കാട്ടി കൂടിയ ആംപിയർ റേറ്റിംഗ് ഉള്ള ഫീസ്. അത് അക്കോർഡിംഗ് ടു ദ ലോഡിനെ അനുസരിച്ചിരിക്കും. എന്നിട്ടിത് പോകുന്ന നേരെ ഒരു മെയിൻ സ്വിച്ച്. മെയിൻ സ്വിച്ചിൻ്റെ അകത്ത് രണ്ട് ഫീസ്, ഫേസ്, ന്യൂട്രൽ. മെയിൻ സ്വിച്ചിനെ ICDP എന്ന് പറയാം. ICDP എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് കൺട്രോൾഡ് ഡബിൾ പോൾ സ്വിച്ച്. ഇതൊരു ബ്ലോക്ക് ഡയഗ്രാമാണ്. ഇപ്പോൾ ഈ ബ്ലോക്ക് ഡയഗ്രാം മനസ്സിലിരുന്ന് കഴിഞ്ഞാൽ കണക്ഷൻ, ഇത്രയും കാര്യങ്ങളാണ് ഒരു മീറ്റർ ബോർഡിനകത്തുള്ളത്. പിന്നെ ഈ ICDP, അതായത് ഇൻഡിപെൻഡൻറ്റ് കൺട്രോൾഡ് ഡബിൾ പോൾ സ്വിച്ച് അല്ലെങ്കിൽ അയൺ ക്ലാഡ് ഡബിൾ പോൾ സ്വിച്ച്, അതാണ് അതിൻ്റെ ഫുൾ ഫോം. എർത്ത് ചെയ്യണം. ഇതുപോലൊരു സിമ്പൽ കണ്ടു കഴിഞ്ഞാൽ എർത്തിൻ്റെ സിമ്പലാണ്. ഇതേപോലെ സിമ്പൽ കണ്ടു കഴിഞ്ഞാൽ ഇത് ചേസസ് എർത്ത്. ഇങ്ങനെ രണ്ട് സിമ്പലുകളുണ്ട്, ചേസസ് എർത്ത്, ഗ്രൗണ്ട് എർത്ത്. ഇത് ഗ്രൗണ്ട് എർത്താണ്. അപ്പോൾ ഇത് ന്യൂട്രൽ. ഇനി ഇത് പോകുന്നത് 2 dB. അപ്പോൾ ഈ ന്യൂട്രൽ വയർ എപ്പോഴും ബ്ലാക്ക് വയർ യൂസ് ചെയ്യാം. ബ്ലാക്ക് വയർ. ഫേസ് വയർ റെഡോ യെല്ലോ അങ്ങനെ എന്തെങ്കിലും കളറുകൾ ഫേസ് വയറിന് യൂസ് ചെയ്യുക. ബ്ലൂ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ബ്ലൂ ചില ഇലക്ട്രീഷ്യന്മാരൊക്കെ ചിലർ ഇലക്ട്രിക്കൽ വർക്കിന് ന്യൂട്രലായിട്ട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ന്യൂട്രൽ വയറിന് എപ്പോഴും പിന്നീട് ബ്ലാക്ക് വയർ. ഇനി അടുത്ത എർത്ത് വയർ. എർത്ത് എപ്പോഴും ഗ്രീൻ വയർ ആയിരിക്കണം. ഗ്രീൻ വയർ. അല്ലെങ്കിൽ പണ്ട് കാലത്തൊക്കെ ഇലക്ട്രീഷ്യന്മാർ, ഇപ്പോഴങ്ങനെ യൂസ് ചെയ്യാറില്ല എങ്കിലും അപൂർവമുണ്ട്, 16-ൻ്റെയോ 18-ൻ്റെയൊക്കെ SWG സ്റ്റാൻഡേർഡ് വയർ ഗേജ് എർത്ത് കോപ്പർ കമ്പി ഈ സർക്യൂട്ടിൻ്റെ കൂടെ എല്ലാ റൂമിലും വലിക്കും. അങ്ങനെ മുമ്പുണ്ട്. അല്ലെങ്കിൽ ഗ്രീൻ വയർ യൂസ് ചെയ്യാം.
ഇനി ഈ മീറ്റർ ബോർഡ് എർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GI പൈപ്പ് ഒരു 1.5 ഇഞ്ചിൻ്റെ GI പൈപ്പോ അല്ലെങ്കിൽ 1 ഇഞ്ചിൻ്റെ GI പൈപ്പോ ഡയമീറ്റർ കൂടുന്നതനുസരിച്ച് നല്ലതാണ്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഒരു 1 മീറ്ററോ 1.5 മീറ്ററോ ആ കുഴിയൊക്കെ എടുത്ത്, അത് 1 മീറ്റർ കുഴിയാലും പ്രശ്നമല്ല, അത് ഓരോ പ്രദേശത്തെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്തായാലും ഡയമീറ്റർ കൂടിയ പൈപ്പിനകത്ത് നിന്ന് ഒരു വയർ ഒരു 10-ൻ്റെതാവാം 8, 9 അല്ലെങ്കിൽ കനം, അതായത് ഇത് SWG എന്ന് പറയും, സ്റ്റാൻഡേർഡ് വയർ ഗേജ് എന്ന് പറയും. സ്റ്റാൻഡേർഡ് വയർ ഗേജ്, SW എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് വയർ ഗേജ്. ഇത് മെഷർ ചെയ്യുന്നതിനൊക്കെ ഗേജ് മെഷർ ചെയ്യുന്ന മീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ കനം കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ ഗേജ് കുറഞ്ഞു വരും. ഇപ്പം 10 എന്ന് പറയുന്ന വയറിന് കനം ഇത്രയാണെങ്കിൽ 8, 9 അതിനെക്കാട്ടി കനം കൂടുതലായിരിക്കും. 8-ന് കുറച്ചുകൂടെ കനം ആയിരിക്കും. 9-ന് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ളൊരു കനമായിരിക്കും. ഇനി SWG 3 എടുത്തു കഴിഞ്ഞാൽ അതിന് നല്ല കനമായിരിക്കും. അപ്പോൾ ഗേജ് കുറയുന്നതനുസരിച്ച് കനം കൂടിപ്പോവും, ഗേജ് കൂടുന്നതനുസരിച്ച് കനം കുറഞ്ഞു. ഇപ്പോൾ ഫാനൊക്കെ വൈൻഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കോപ്പർ കമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36 SWG ആണ്. സീലിംഗ് ഫാനൊക്കെ വൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. മിക്സിയിലൊക്കെ ഉപയോഗിക്കുന്നത് ഇതേപോലെ ഫീൽഡിന് 24, 26, പിന്നെ ആർമച്ചർ വൈൻഡിങ്ങിന് ഉപയോഗിക്കുന്നത് 31. അപ്പോൾ ഈ 36, 31 കൂടെ കമ്പയർ ചെയ്യണമെങ്കിൽ കനം കൂടുതൽ 31-നായിരിക്കും, 36-ന് കനം കുറവായിരിക്കും. അപ്പോൾ അത് അങ്ങനെ പോവും ഈ ഗേജിൻ്റെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഇതിവിടെ പറഞ്ഞത് ടു dB എന്നാണ്. അതായത് മീറ്റർ ബോഡിയിൽ നിന്ന് 3 വയർ, ഒരു ഫേസ്, ന്യൂട്രൽ, എർത്ത്. ഇനി ഇത് നേരെ ടു dB ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലേക്ക് അല്ലെങ്കിൽ ബോർഡിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐസൊലേറ്റർ ഉണ്ട്. ഐസൊലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ന്യൂട്രൽ, ഫേസ്. ഐസൊലേറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളത് ELCB. ELCB എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ആണ് അതിൻ്റെ ഫുൾ ഫോം. ELCB എന്ന് പറഞ്ഞാൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ, അല്ലെങ്കിൽ RCCB റെസിഡ്യൂവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ, അല്ലെങ്കിൽ ചില സ്ഥലത്തൊക്കെ RCD എന്നും. അപ്പോൾ ELCB, RCCB ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കും. ഇതിൻ്റെ ഔട്ട് എന്ന് പറയുന്നത് നേരെ MCB, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് MCBയുടെ ഉള്ളത്. അവിടെ നിന്ന് നേരെ ടു വേരിയസ് പല സർക്യൂട്ടിലേക്ക്, ടു വേരിയസ് റൂംസ്. ടു വേരിയസ് റൂംസ്. ഇനി ന്യൂട്രൽ വയർ എവിടെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ വന്ന് ഒരു ന്യൂട്രൽ ലിങ്ക് ഉണ്ട്. ന്യൂട്രൽ ലിങ്ക്, അതായത് ELCBയുടെ ഔട്ട്പുട്ട് ന്യൂട്രൽ വയർ നേരെ ന്യൂട്രൽ ലിങ്കിനകത്ത് വരും. സാധാരണ DBക്കകത്ത് ന്യൂട്രൽ ലിങ്ക് എന്ന് പറഞ്ഞാൽ 2 ബാർ കാണും. എർത്ത് നേരെ വന്ന് എർത്ത് ലിങ്കിൻ്റെ അകത്ത് കയറും. ഈ ഗ്രീൻ വയർ അല്ലെങ്കിൽ കോപ്പർ കമ്പി.
ഈ 2 ന്യൂട്രൽ ലിങ്ക് ഉണ്ടെങ്കിൽ 2 ന്യൂട്രൽ ലിങ്കും കൂടെ ബന്ധിപ്പിച്ചിരിക്കണം, പരസ്പരം കണക്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഡി ബിക്കകത്തുള്ളത്. ഡിസ്ട്രിബ്യൂഷൻ ബോക്സിനകത്ത് ഐസൊലേറ്റർ, ELCB, RCCB, MCB, അതായത് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ, ഇങ്ങനെ ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെയാണ് ബ്ലോക്ക് ഡയഗ്രം എന്ന് പറയുന്നത്. ഈ ഒരു ബ്ലോക്ക് ഡയഗ്രം നമ്മുടെ മനസ്സിലിരുന്ന് കഴിഞ്ഞാൽ നമുക്കിതെല്ലാം കണക്ഷൻ കൊടുക്കാൻ പറ്റും. അപ്പോഴാദ്യം പോസ്റ്റ് നിന്ന് ന്യൂട്രൽ ഫേസും നേരെ മീറ്ററിൽ വരുന്നു, മീറ്ററിൽ നിന്ന് ന്യൂട്രൽ ലിങ്ക് വഴി ന്യൂട്രൽ പോകുന്നു, ഒരു ഫേസ് വഴി നേരെ ICDPയിൽ വരുന്നു. ICDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെയിൻ സ്വിച്ചാണ്. മെയിൻ സ്വിച്ചിൻ്റെ ഔട്ട്പുട്ട് എർത്തും എല്ലാം ആയിട്ട് നേരെ ടു DBയിൽ പോകുന്നു. DBയിൽ ആദ്യം പോകുന്നത് ഐസൊലേറ്ററിൽ നിന്ന് നേരെ ELCBയിൽ നിന്ന് നേരെ MCB, ന്യൂട്രൽ വയർ നേരെ കൊണ്ടുവന്ന് ന്യൂട്രൽ ലിങ്കിലാണ്. ഇത് 2 ബാർ കാണും. സാധാരണയായിട്ട് ഒരു DB എടുത്തു കഴിഞ്ഞാൽ 2 ബാർ, ഒന്ന് ലെഫ്റ്റും റൈറ്റിലും ആയിട്ട് ഇങ്ങനെ ബ്ലാക്ക് അടപ്പൊക്കെ ഇട്ട് ഇങ്ങനെ 2 ബാർ കാണും. എർത്ത് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അടപ്പൊന്നും കാണത്തില്ല. അത് പ്രത്യേകം കണ്ടു കഴിഞ്ഞാൽ അറിയാം. എർത്ത് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയായിട്ട് ബന്ധം തന്നെയാണ്. ഇത് പക്ഷേ ബോഡിയായിട്ട് ബന്ധമൊന്നും കാണത്തില്ല. അവരത് നല്ല ഇൻസുലേറ്റ് ചെയ്ത് നിർത്തിയാക്കും.